കേരളത്തിലെ രാഷ്ട്രീയ കളികൾ നമ്മൾ നിരവധിയായി ചർച്ച ചെയ്യുന്നതാണ്. കോൺഗ്രസിലും ബി ജെ പിയിലും ഇപ്പോൾ തുല്യമായ ഒരു കാര്യം നടന്നിരിക്കുകയാണ്. ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യരും അതുപോലെ തന്നെ ബി ജെ പിക്ക് പുതിയൊരു തലവനുമാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. യുവസുന്ദരനായ ബി ജെ പി നേതാവിന് വളരെ വലിയ ഹർഷാരവത്തോടെയാണ് ബി ജെ പിയിലേക്ക് സ്വാഗതം വന്നിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിൽ സന്ദീപ് വാര്യരിന് സ്ഥാനം നൽകിയിരിക്കുന്നത് കോൺഗ്രസിൽ തന്നെ ഒരു കല്ലുകടിയും അതുപോലെ തന്നെ കോൺഗ്രസിലെ ചില ആളുകൾക്ക് അതൊരു അർഹതപ്പെട്ട സമ്മാനവുമായിട്ട് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ KPCC വക്താവായി നിയമിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കോൺഗ്രസ് വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K. സുധാകരൻ തീരുമാനമെടുത്തതായി പാർട്ടി ജനറൽ സെക്രട്ടറി M. ലിജു നേതാക്കൾക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇനി ചാനൽ ചർച്ചകളിൽ സന്ദീപ് വാര്യർ പങ്കെടുക്കും. അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ആണ് KPCC മീഡിയ വിഭാഗം ഇൻചാർജ്. അതേസമയം പാർട്ടി പുനഃസംഘടനയിൽ സന്ദീപ് വാര്യർക്ക് കൂടുതൽ പദവിയും പാർട്ടി നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഇനി വരുന്ന ഇലക്ഷനുകളിൽ ജയിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു മന്ത്രിസ്ഥാനം തന്നെ ഇനി സന്ദീപ് വാര്യന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് നഗരസഭയിൽ ഇന്നലെ വിമത യോഗം ചേർന്ന BJP കൗൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം നടത്തിയത് സന്ദീപ് വാര്യരുടെ കൂടെ നേതൃത്വത്തിലായിരുന്നു. എന്താണെങ്കിലും ഇനി കേരളത്തിൽ സന്ദീപ് വാര്യരുടെ ഒരു യുഗം തന്നെ കാണാൻ സാധിക്കും. ഒപ്പം മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടും സന്ദീപ് വാര്യന് പൂർണ്ണമായുമുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് മാത്രമല്ല കേരളത്തിലുടനീളം തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കാൻ സന്ദീപ് വാര്യന് സാധിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം BJPയിലും കളികളൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. വിവാദങ്ങളും പ്രതിഷേധങ്ങൾക്കുമിടെ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവനാണ് ചുമതലയേറ്റത്. 2 ദിവസം നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റത്. പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റാൽ രാജിവെക്കുമെന്ന പാലക്കാട് നഗരസഭയിലെ ഒരു വിഭാഗം BJP കൗൺസിലർമാരുടെ ഭീഷണിക്കിടെയാണ് വരണാധികാരി പ്രമീള ദേവിക്ക് മുമ്പാകെ പ്രശാന്ത് ശിവൻ ചുമതലയേറ്റത്. നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ അച്ചടക്കമുള്ള പ്രവർത്തകർക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നും സംഘടനയെ എതിർക്കുന്നവർക്ക് പ്രവർത്തകർ മറുപടി നൽകുമെന്നും വിമതരെ ലക്ഷ്യമിട്ടുകൊണ്ട് സ്ഥാനമൊഴിഞ്ഞ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് പറഞ്ഞു. സ്ഥാനമേൽക്കൽ ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതേസമയം പരിപാടി നടക്കുന്നത് ജില്ലാ കേന്ദ്രത്തിലായിട്ടും നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും എത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം വിമത സ്വരം ഉയർത്തിയവരാണ് എത്താതിരുന്നത്. അതേസമയം പ്രശാന്ത് പ്രസിഡന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് BJPയിലുണ്ടായ പ്രശ്നങ്ങൾ RSS നേതൃത്വത്തിന്റെ അനുനയിക നീക്കത്തിനൊടുവിൽ സമവായത്തിലെത്തിയെന്നാണ് വിവരങ്ങൾ. രാജിവെക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വൈസ് ചെയർപേഴ്സൺ E. കൃഷ്ണദാസൻ വ്യക്തമാക്കിയിരുന്നു. എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിലും അതേപോലെ തന്നെ BJPയിലും ശക്തരായ 2 നേതാക്കൾ മുഖത്തോട് മുഖം ഇനി മത്സരിക്കാൻ പോവുകയാണ്. ഇനി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം.